ശരിക്കും ഇത്രയും വർക്കുകൾ വന്നിട്ടും അല്ലെങ്കിൽ അത്രതുപോലെ വരുമാനം വന്നിട്ടും ഒരു പക്ഷേ വരുമാനം ഇല്ലേ? ഇതുപോലെ വരുമാനമാ പേയ്മെന്റ് ഒരു ഷോർട്ട് ഫിലിമിന് 3, 4, 5 മേടിക്കുന്ന ഇതുപോലെ വരുമാനം. വീട്ടിലുള്ള ആരും ജോലിക്ക് പോകുന്നില്ല, ഞാൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ. എല്ലാവരും മിക്കവർ കുറേ 5, 6 രൂപയൊക്കെയാണ് ഞാൻ മേടിക്കുന്നുള്ളൂ. ആണെന്നുണ്ടെങ്കിലും ഫിറോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഒരു വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപയോളം. എന്നെ ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് അറിയാം, ഞാൻ 15,000 രൂപ എന്ന് പറയുന്ന സാധനം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. അവർക്ക് അതിന്റെ ആവശ്യം, ഇത് വെറും പച്ചക്കള്ളവാണ്. എനിക്ക് എന്നാ പറയുക, കൂർമ്മ ബുദ്ധി ഒന്നുമില്ല. ഇതാണോ ഇതുകൊണ്ട് നമ്മുടെ വായിന്ന് വരുന്ന സാധനം ഇത് ഇങ്ങനെ ചിന്തിച്ചിരിക്കാനുള്ള കൂർമ്മ ബുദ്ധിയും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ അതങ്ങ് പറഞ്ഞ് തീർന്നു പോയി. സ്വാഭാവികമായിട്ട് തോന്നില്ലേ എന്നെ പറ്റി വരുമ്പോ ഇതിന്റെ ഒരു സത്യാവസ്ഥ അറിയിക്കും. ഉറപ്പായിട്ടും എനിക്ക് ഈ ബ്ലറാണ് കുറെ കാര്യങ്ങൾ എനിക്ക് ബ്ലറാണ്. കിച്ചുവിൻ്റെ വ്ളോഗിൽ തന്നെ കണ്ട്, അതായത് വീട് പണിയുന്ന സമയത്ത് രണ്ടു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എപ്പോഴും സുചേട്ടൻ തന്നെയാണ് മുമ്പിൽ, സുചേട്ടൻ്റെ ആളുകളാണ്, സുചേട്ടൻ്റെ എപ്പോഴും സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ആ വ്ളോഗിലോട്ട് വരുന്ന സമയത്ത് സുചേട്ടന് കിട്ടിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കംപ്ലീറ്റ് കട്ടിലടിയിലായിരുന്നു. എന്റെ ബെഡ്റൂമിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണത്. അതെങ്ങനെ കട്ടിന്റെ ഉള്ളിൽ തള്ളുന്ന എങ്ങനെ അല്ല എന്ന് വെച്ചാൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മൊമെന്റുകളും മാതൃകളും കിട്ടുന്ന സമയത്ത് നമ്മളത് ഷോക്കേസ് ചെയ്യാറുണ്ട്. ശരിക്കും രേണുവിന്റെ അത്രത്തോളം ഷോക്കേസ് ചെയ്ത ഹോളിലുണ്ട്. എവിടെ ഹോള്? അതിൽ തന്നെ ഹോളിൽ ടിവിയുടെയാണ് സ്റ്റാൻഡ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വിധവ എന്തുവാകട്ടെ, കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യജീവി, ഇതെല്ലാവരും ബോധിപ്പിക്കണോ? എല്ലാവരും ബോധിപ്പിച്ചോണ്ട് വേണോ ഞാൻ ജീവിക്കാൻ? നിങ്ങളുടെ അച്ഛനെ അമ്മയെ ബോധിപ്പിക്കുമായിരിക്കും എന്തെങ്കിലും കാര്യം അല്ലേ, അല്ലെങ്കിൽ ലവർ ഉണ്ടെങ്കിൽ ലവറെ ബോധിപ്പിക്കുമായിരിക്കും. അതല്ലാതെ നാട്ടുകാരെ മുഴുവൻ ബോധിപ്പിക്കണമെന്ന് നടക്കുന്ന കാര്യമാണോ? മോഡലിംഗ് ഇപ്പൊ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അതിന്റെ ഭാഗമാണല്ലോ. ഓക്കെ, അത് കുറച്ച് വിവാദമായോ? കുറച്ചല്ല, നല്ല രീതിയിൽ വിവാദമായി. എന്ത് കേൾക്കേണ്ട വന്ന ഏറ്റവും മോശം എന്തായിരുന്നു കമന്റ്? വയറ് കാണിച്ചു. എന്റെ വയറ് എനിക്ക് ഇഷ്ടമാണ് കാണിക്കാൻ, ഞാൻ കാണിക്കും. അതിനെന്താണ് പ്രശ്നം? ഒന്ന് റീതിങ്ക് ചെയ്തോ, ഞാനിങ്ങനെ ഷൂട്ടിന് ചെയ്യില്ല എന്ന്? അങ്ങനെ എന്തോന്നു? ഇല്ല, ഞാനെല്ലാം മറക്കേണ്ട ഭാഗം മറച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ, എത്രയോ പേര് കാണിച്ചിട്ട് ചെയ്യുന്നു. ശരിക്കും രേണുവിൻ്റെ ഒരു പരാമർശത്തിനൊപ്പം തന്നെയായിരുന്നു കിച്ചുവിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെ, എഡേ വിത്ത് റിത്തപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്ന വ്ളോഗ് ഭയങ്കരമായിട്ട് അത് വൈറലായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കണക്ട് ചെയ്തിട്ട് ഫിറോസ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒട്ടും ഹൈജീനിക് ആയിട്ടുള്ള അത് കൊണ്ടുപോകുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളില്ല. നമ്മൾ ആ വീട് ഇത്രയും ഭംഗിയുള്ള വീട് വെക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭംഗിയായി കൊണ്ടു നടക്കും എന്നുള്ള സാധനം. അകത്തെ കാര്യമാണ് ഹൈജീൻ. പുറത്ത് അത് ഞാൻ പറയട്ടെ, വീഡിയോ എടുത്ത് കാണിക്കാം, ഒരു ദിവസം കാണുമല്ലോ അത്. പുറത്തെ കാര്യങ്ങൾ, ഈ അകത്തെ മാത്രമല്ലേ ഫിറോസൊക്കെ പറഞ്ഞുള്ളൂ. പുറത്ത് ഈ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ ഇടിഞ്ഞു വീഴുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. അതെല്ലാം കാണും. അത് ഞാൻ കാണിക്കും. അത് പൊളിഞ്ഞു പോവാണ്. എവിടെയാണ്? വീടിന്റെ പുറമെ നമ്മൾ ചെയ്ത് വെച്ചില്ല. നമ്മൾ കുറ്റപ്പെടുത്തുന്നല്ല, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കുറ്റപ്പെടുത്തി അല്ല, കാര്യം പറയാണ്. അല്ല, ആക്ച്വലി ഒരു പ്രവൃത്തി ഒരു നല്ല രീതിയിൽ സന്തോഷത്തോടെ ചെയ്തിട്ട് അങ്ങനെയല്ല ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നതിനെ ശരിക്കും കുറ്റപ്പെടുത്തൽ തന്നെയാണത് പറയാൻ പറ്റുക. അല്ലാതെ മറ്റൊരു വാക്ക് എന്നുള്ള രീതിയിലേക്ക് അല്ല. കുറ്റപ്പെടുത്തലെന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ശരിക്കും ആ വീഡിയോയിൽ കണ്ടപ്പോഴാണ് പറയുന്നത് അത്രയും ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു, ചേച്ചിയുടെ മക്കളും ഉണ്ടായിരുന്നു. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്ത്, ഈ പിള്ളേരുടെ സ്വഭാവം അറിയാമല്ലോ. നമ്മൾ ഞാനുണ്ടെങ്കിൽ അവിടെ എപ്പോഴും അടുക്കി പെറുക്കി വെക്കും. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പിള്ളേരെ ഓടിച്ച് കുടിച്ച് അവിടെ അങ്ങോട്ട് അവർക്കറിയാം ഞാനുണ്ടെങ്കിൽ അതും ഇതൊന്നും നിരത്തത്തില്ല. ഇത് ഞാനില്ലായിരുന്നു, ചേച്ചിയില്ലായിരുന്നു, അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അമ്മ ഈ തുണിയെല്ലാം കൂടെ മഴയത്ത് വന്ന് എല്ലാം എടുത്ത് അങ്ങോട്ടിട്ടു. ഇതാണ് സംഭവിച്ചത്. കിച്ചു പെട്ടെന്ന് വന്നു. അവൻ വന്നേനല്ല പറഞ്ഞത്, അവന്റെ വീടാണ്, അവൻ എപ്പം വേണേലും വരാം. അപ്പൊ എന്നെ കോൾ ചെയ്തായിരുന്നു, അമ്മ ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്, അവൻ അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞ ഞാൻ അവിടെ ഇല്ല, ഷൂട്ടിന് പോവാൻ, അവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ടാ ശരി അമ്മ. പക്ഷേ അതിന് വന്ന മറുപടി ഒന്നും പലരും പറയുന്നത് കണ്ടു. ഇതിനും മക്കൾ കൂടുതലുള്ള പിള്ളേരുള്ള 3-4 പിള്ളേരുള്ള വീട് എത്രയോ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇല്ല, ഞാൻ ആ വ്ളോഗും ശരിക്കും കണ്ടില്ല, ഞാൻ അവിടെ ഇല്ല. ഈ കിച്ചന്റെ വ്ളോഗും കണ്ടിട്ടില്ല? ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നുമല്ല, ചെറിയ ഷോർട്ട് ഫിലിമും ചെറിയ ഞാൻ വലിയ നടിയാന്നോ തിരക്കാന്നോ അല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ധോനിയില്ല അത്. പക്ഷെ ഇത്രയും തിരക്കുകൾ വന്നു, ഇത്ര തിരക്കുകൾ വന്നു, അതായത് അത്രത്തോളം കാണാൻ പറ്റാത്ത അത്രത്തോളം തിരക്കുകൾ വരുന്നുണ്ട്, വർക്കുകൾ വരുന്നുണ്ട്. ശരിക്കും ഇത്രയും വർക്കുകൾ വന്നിട്ടും അല്ലെങ്കിൽ അത്രതുപോലെ വരുമാനം വന്നിട്ടും ഒരു പക്ഷേ വരുമാനം ഇല്ലേ?
ഇതുപോലെ വരുമാനമോ? പേയ്മെന്റ് ഒരു ഷോർട്ട് ഫിലിമിന് 3, 4, 5 മേടിക്കുന്ന ഇതുപോലെ വരുമാനം. വീട്ടിലുള്ള ആരും ജോലിക്ക് പോകുന്നില്ല, ഞാൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ. എല്ലാവരും മിക്കവാറും കുറെ 5, 6 രൂപയൊക്കെയാണ് ഞാൻ മേടിക്കുന്നത്. അത്രയും 6 കൂടുതലാണ് ഞാൻ മേടിക്കുന്നത്. മൂവിയും ചെയ്യുമ്പോൾ പ്രതിഫലം അധികം ഒന്ന് ചെറിയ ചെറിയ മൂവികൾ ചെയ്ത് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ശരിക്കും ഒരു വരുമാന മാർഗ്ഗം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഗ്ലാസ് മാറ്റാൻ നമുക്ക് പറ്റുമായിരുന്നില്ല. അതിനൊരു ഇല്ല, ഗ്ലാസ് മാറ്റാൻ ശരിക്കും അതുകൊണ്ടാണോ ശരിക്കും? അല്ല, എന്റെ കോടികൾ അക്കൗണ്ട് വരട്ടെ, വന്നിട്ട് എന്റെ അക്കൗണ്ടിൽ ഒരു ഉണ്ടായില്ലെന്ന് എനിക്കല്ലേ, സോറി, ഒന്നുമില്ലെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. കിട്ടുന്നതൊക്കെ ക്യാഷ് ആയിട്ടാണ് വാങ്ങുന്നത്, അക്കൗണ്ടിലൂടെ അല്ല അല്ലേ? സോറി, അല്ലേ? ഓക്കെ, അറിയാതെ വായി വന്നുണ്ട്. അതെ, ലാംഗ്വേജ് കിട്ടുന്നൊക്കെ അങ്ങനെയായിട്ടാണ് പോകുന്നത് ശരിക്കും. അപ്പൊ അങ്ങനെ എങ്ങനെയാ പോകുന്നത് വെച്ചാൽ വീട്ടിലെ ചെലവ്. അല്ല, ഇപ്പൊ പറഞ്ഞു ശീതലടിക്കുന്നതാണ്. പല നാടുകളിൽ പല ഭാഷകളാണ്. ഇപ്പൊ തൂവാനടിക്കുന്നു എന്നുള്ളത് പറയുന്നു അല്ലെ? ചാറ്റലടിക്കുന്നു പറയുന്നതും വീട് ചോരുന്നു പറയുന്നതും രണ്ടല്ലേ? വീട് അല്ലെ? പെട്ടെന്ന് അത് കേൾക്കുന്ന സമയത്ത് വീട് പറഞ്ഞത് ചോരുന്നു അങ്ങനെയല്ലേ വിചാരിക്കുക? അത് തന്നെയാണ്. അപ്പൊ ഭീമിന്റെ അവിടെ ചോരുന്നുണ്ടായിരുന്നു. ഇത് ചോരുന്ന ഞാൻ ഉദ്ദേശിച്ച ചാറ്റല് അത് തന്നെ. എല്ലാം ഓരോ ഭാഷയല്ലല്ലോ, ചോരുന്ന് പറയുമ്പോൾ വീട് പണിക്ക് എന്തോ അല്ലെ, ബിൽഡിംഗിൽ അതിൽ കൺസ്ട്രക്ഷൻ പ്രശ്നം ചോരുന്നുണ്ട്. അത് പിന്നെയാണ് അറിയുന്നത് ആ കാര്യം. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം അങ്ങനെ ചെയ്തിരിക്കുന്നതോട് സ്വാഭാവികമായിട്ട് നമുക്കൊരു സ്നേഹവും കടപ്പാടൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഓണക്കാലത്ത് സമയത്ത് കഴിഞ്ഞൊരു ഓണത്തിനായിരുന്നു ഇതിനൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നടന്നല്ലോ എൻ്റെ ഇടയ്ക്ക്. അതല്ലേ ഞാൻ പറയുന്നത്, അത് എനിക്കറിയില്ല. ഇപ്പം ആളെന്നുണ്ടെങ്കിലും ഫിറോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഒരു വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ വീടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഒപ്പം തന്നെ ക്യാഷ് രജിസ്റ്റർ അതിൻ്റെ ബിൽഡർ ആരാണോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപയോളം വേണമെന്ന് വരെ ഞാൻ ആവശ്യപ്പെട്ടില്ല. എന്നെ ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് അറിയാം, ഞാൻ 15,000 രൂപ എന്ന് പറയുന്ന സാധനം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. അവർക്ക് അതിന്റെ ആവശ്യം, ഇത് വെറും പച്ചക്കള്ളമാണ്. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ആ സമയത്ത് എന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ ഒക്കെ നടന്ന പൈസ മേടിക്കണം, 10 രൂപ മേടിക്കണമെന്നായിരുന്നു ആദ്യ സമയത്ത്. ഞാൻ ഇന്ന് വരെ 10 രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ടില്ല. ശരിക്കും ആള് പറയുന്ന വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മുടെ ഒരു ബിൽഡേഴ്സ് ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ല, ആ ബിൽഡേഴ്സിന് കൂടി കിട്ടുന്ന ഒരു പ്രൊമോഷൻ കൂടിയാണ് അല്ലെ? അപ്പൊ ഇത്ര വരെ എമൗണ്ടിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അല്ല, നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല അവര് ഇങ്ങനെ ഒരു വ്ളോഗിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അന്ന് തൊട്ടാന്നൊന്നും മിണ്ടാതായിരുന്നത് എനിക്ക് തോന്നാൻ. ഓക്കെ, ഞാനപ്പോ പറഞ്ഞു വേറെ ഇന്റർവ്യൂക്കാർ വന്ന് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിക്ക നമ്മള് അന്ന് എനിക്ക് ഒരു വരുമാനവും ഇല്ലായിരുന്നു, ഒരു വീട് വെച്ചെന്ന് നമുക്ക് കഴിക്കണ്ടേ. ഞാനിങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കണത് ഇച്ചിരി ചെറിയ പൈസക്കാണ്, 4-5 രൂപയ്ക്കൊക്കെയാണ്. പറയുന്നത് ഫിറോസ് കോഡാണോ? ഫിറോസക്കാടാന്ന് തോന്നുന്നു പറയുന്നത്, നേരിട്ട് പറയുന്നതാന്ന് തോന്നുന്നു. ആ സമയത്താന്ന് തോന്നുന്നു നിൽക്കുന്നത്, ആ വീട് വെച്ച സമയത്ത്. ഇക്കായോട് മേടിക്കുന്നല്ല, ഇന്റർവ്യൂക്കാർ വേറെ ആൾക്കാർ വരാന്നാ പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്, വേറെ യൂട്യൂബേഴ്സ് വരാന്നാണ് പറഞ്ഞത്. ഇക്കയായിട്ട് ബന്ധപ്പെട്ട ഒരു യൂട്യൂബേഴ്സ് അല്ലാതെ ഇക്ക വരുമെന്നല്ല പറഞ്ഞത്. ഇക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂട്യൂബേഴ്സ് വരുമെന്നാണ് പറഞ്ഞത്. ഇക്കയായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബേഴ്സ് ആണ് വരുന്നത്, അതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഫിറോസ്ക്ക് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നേക്കാം അവര് വ്ളോഗ് എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ 3-4 രൂപയ്ക്കോ 5 രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ അപ്പം ആ സമയം തൊട്ടാണ് മിണ്ടാണ്ട് വന്നത്. ശരിയാ, ഞാനത് ഓപ്പൺ ആയിട്ട് പറയുന്നു. ആ സമയത്ത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് അവരിക്ക പറഞ്ഞിട്ടാണ് വരുന്നത്. അവരെ ബിൽഡേഴ്സിനെ കാസ്റ്റഡീസിന് കൂടിയിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട ഭാഗമായിട്ടാണ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു റെമ്യൂണറേഷൻ വാങ്ങുന്നത് ശരിയാണോ? അപ്പൊ എനിക്ക് കാശ് വേണ്ടേ, എനിക്ക് വെള്ളം കഴിക്കണ്ടേ? അപ്പൊ ആ സമയത്ത് പൈസ ഒന്നും ഇല്ലായിരുന്നു. ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഒരു ഇക്കാട് ആൾക്കാർ ഞാൻ പൈസ ചോദിക്കത്തില്ല. വേറൊരാളാണ് എന്നെ വിളിച്ചത്. അത് കഴിഞ്ഞാണ് ഇക്ക ഇത് പറയുന്നത്. പിന്നെ അതങ്ങ് തെന്നി മാറിപ്പോയി. പിന്നെ അതിനെപ്പറ്റി സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല 15,000 രൂപ ഞാൻ ചോദിച്ചിട്ടില്ല ഇന്ന് വരെ. പേയ്മെന്റ് കാര്യം അവരോടാ സംസാരിച്ചു, യൂട്യൂബേഴ്സിനോട്. പറഞ്ഞിട്ടാണ് വരുന്നത് രേണുവിന് അറിയാലോ. ഇക്ക പറഞ്ഞിട്ടൊന്നും അല്ല പറഞ്ഞത്. നേരത്തെ പറഞ്ഞു അങ്ങനെ അല്ല, ഇക്ക അത് കഴിഞ്ഞിട്ടാണ് ഇക്ക പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇക്ക ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു പേയ്മെന്റ് ഇല്ലാതെ എങ്ങനെയാ എന്ന് പറഞ്ഞത്. അതല്ലാതെ പിന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല. ശരിക്കും അത് ആൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കാം എന്ന് തോന്നിയില്ലേ പിന്നെ ഫ്രീ ആയിട്ട്? പിന്നീട് ഒരുപാട് ഞാൻ യൂട്യൂബ് നിങ്ങൾ വരെ വന്നിട്ടില്ലേ ആൾക്ക് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അവരൊരു വീട് വെച്ച് തന്ന ഒരു ബിൽഡേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ബിൽഡേഴ്സിനും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ കൊടുക്കത്തില്ലേ? അപ്പൊ പിന്നെ ഇക്കൂടെ നേരത്തെ സംസാരിച്ചിരുന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വീട് വെച്ച് കഴിഞ്ഞ് ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു കോണ്ടാക്ട് നമ്പരും ഇല്ല. ഞാൻ നമ്പർ പിന്നെ മാറിയായിരുന്നു, പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ആ ഒരു ഇതോടുകൂടി ഞാൻ തോന്നുന്നു കോണ്ടാക്ട് നിന്നത്.
ആ ഒരു ഈ സംസാരമില്ല മറ്റേ വ്ളോഗറിന്റെ അതോടുകൂടിയാന്ന് തോന്നുന്നു. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അത് ആൾക്കത് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം അത് തന്നെയായിരുന്നു. കാരണം ഞാൻ അവിടെ വന്നിരുന്നില്ല, പക്ഷെ നമുക്കതൊരു ബിൽഡേഴ്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും എനിക്ക് എന്തിനാണ് കള്ളം പറയേണ്ട കാര്യം? യൂട്യൂബേഴ്സ് വരുന്ന എല്ലാം ഞാൻ പറയും ഇങ്ങനെ പേയ്മെന്റ് ഉണ്ട് പറയും. എങ്കിൽ അത് പേയ്മെന്റ് വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടത് യൂട്യൂബേഴ്സിനോടായിരുന്നില്ല, ഇക്കോടായിരുന്നല്ലോ. ഞാൻ ഇക്കോട് സംസാരിച്ചില്ല, പേയ്മെന്റ് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് അവരോട് ചോദിച്ചതാണ് പറഞ്ഞത്. അല്ല, ഇക്കോട് സംസാരിച്ചിരുന്നു പറഞ്ഞില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. അത് എന്ത് വിഷയമായിരുന്നു? അപ്പോൾ അതാണിത് യൂട്യൂബേഴ്സ് വരുന്ന ഒരു എന്താ അറിയണു, അതും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. പിന്നെ പിന്നെ അതങ്ങ് തള്ളി മാറിപ്പോയി. പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നെന്നാണ് ഈ ഒരു ഇതോടുകൂടി ഞാൻ ഓർത്തില്ല. ഈ ഒരു ഇതോടുകൂടി ഇങ്ങനെ ആകുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ആ കോണ്ടാക്ട് നിന്നു, പിന്നെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് ഓർത്ത് അതാവാൻ കാരണം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് എന്താ പറയാ കൂർമ്മ ബുദ്ധി ഒന്നുമില്ല. ഇതുകൊണ്ട് നമ്മുടെ വായിന്ന് വരുന്ന സാധനം ഇത് ഇങ്ങനെ ചിന്തിച്ചിരിക്കാനുള്ള കൂർമ്മ ബുദ്ധിയും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ അതങ്ങ് പറഞ്ഞ് തീർന്നു പോയി. പിന്നെയുള്ള ഈ സംഭവം നമ്മൾ ഓർക്കുന്നില്ല മുന്നോട്ട് എന്നാന്ന്. അത് തന്നെയാണ് എന്റെ കുഴപ്പം. അതായിരുന്നു ഈ പ്രശ്നത്തിന് കാരണം. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഞാനിങ്ങനെ ഇപ്പൊ അത് തിരിച്ചറിയുമ്പോ തോന്നുന്നുണ്ടോ? അത് വിളിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്യണം തോന്നുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ശരികളുണ്ട്, എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. അത് ഞാൻ ആ യൂട്യൂബേഴ്സിനോടാണ് പറഞ്ഞത്, ഞാൻ പേയ്മെന്റ് ചെറിയൊരു പേയ്മെന്റിലാണ് ഞാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. ശരിക്കും ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണായിരുന്നു പറയുന്ന ഒരു പരാമർശം ഇന്ന് വരെ എണ്ണിട്ടില്ലല്ലോ. പക്ഷെ ആ മഴ പെയ്ത കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ചോരുന്നുണ്ടോന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ കള്ളമില്ലാതെ ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഒഴിവാക്കാമായിരുന്നില്ല പരാമർശം? ശരിക്കും ഇല്ല, എനിക്ക് കാരണം അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ നടന്നു. ഇതിന്റെ ഇടയ്ക്ക് അതെനിക്ക് പറയാൻ അറിയില്ല. അതാണ് പ്രശ്നമായത്. ഒന്ന് ചോദിച്ചോടെ, ഇപ്പൊ ഒരു വീട് വെച്ച് വരും എന്ന് പറയുമ്പോൾ ഇത്രയും ഭംഗിയിൽ അല്ലെങ്കിൽ ഇത്രയും അത്യാവശ്യ സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു വീട് വെച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷ രേണുവിനുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ നമുക്ക് പ്രതീക്ഷയിൽ മേലെയാണ് കിട്ടിയത്. ഇപ്പൊ വീടിനപ്പുറത്തേക്ക് ആണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും ടി വി ആണെങ്കിലും വാട്ടർ പ്യൂരിഫയർ വരെ ഉണ്ട് എന്ന് പറയുന്നു അല്ലേ? അത്രത്തോളം സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവർ തന്നത്. അപ്പൊ അവർ തന്നെ ചെയ്തതിൽ ഏറ്റവും ബഡ്ജറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അവർ പ്ലാൻ ചെയ്തതോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും മേലെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുതാണോ ഒരു 4000-5000 രൂപ കൊടുത്ത് ഗ്ലാസ് മാറ്റി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ എത്രത്തോളം വലുതാക്കി കാണിക്കണം? ഞാൻ വലുതാക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോഴും അത് വലുതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ചോരുന്നുണ്ട്. എനിക്കിത് ഇത്ര പ്രശ്നം, ഞാൻ സത്യം പറഞ്ഞ ഇതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഒന്നും കാണില്ല. അതുകൊണ്ടാവാം എനിക്കിത് എനിക്കറിയില്ല. ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇനിയും വല്ല ചോദിച്ചാൽ ഞാൻ പറയും. അല്ലാതെ എനിക്കിത് വിവാദമായിട്ടോ അവരെ കുത്തണോ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞങ്ങളുടെ ഒരാളുമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യമുണ്ട്, എൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. അതിങ്ങനെയാണ്. എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, പക്ഷെ അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് ഞാനതും പറഞ്ഞത്. എനിക്കറിയില്ല. അത് എന്റെ പപ്പാക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആളാണ് സംസാരിച്ചിട്ടുള്ള ഇവരുമായിട്ട്, ഒരുപാട് പേരുമായിട്ട് ഇവരെല്ലായിട്ട്. പപ്പ കാര്യങ്ങൾ ഇപ്പോഴും ശരിക്കും എനിക്കൊരു സംഭവം രേണു, പക്ഷെ പറയാൻ സമയമായിട്ടില്ല. അങ്ങനെയാണോ പറയാറ്? ശരിക്കും അറിയാം, പക്ഷെ രേണു അറിയുന്നില്ല. അങ്ങനെ സംസാരിക്കാറില്ല. ആളാണ് ഓരോരോ കാര്യം വരുമ്പോ ഇന്ന പോലെ അവരെ വിളിച്ചായിരുന്നേ, ഫിറോസ്ഖായെ വിളിച്ചായിരുന്നേ, അവരെ വിളിച്ച് പുള്ളിയാണ് പറയുന്നത്. ഈ പപ്പ മുഖ്യധാരയിൽ വരുന്നില്ല, പപ്പേനെ കാണുന്നില്ല ആളുകൾ. അതല്ല നിലവിൽ അറിയുന്നില്ലല്ലോ പപ്പേനെ. പറയുന്നത് കംപ്ലീറ്റ് പരാമർശങ്ങൾ വരുന്നതും അല്ലെങ്കിൽ വിമർശനം വരുന്നത് രേണുസുതിക്കാണ്. സ്വാഭാവികമായിട്ട് തോന്നില്ലേ എന്നെ പറ്റി വരുമ്പോ ഇതിന്റെ ഒരു സത്യാവസ്ഥ, ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കണം. എനിക്ക് ബ്ലറാണ്, കുറെ കാര്യങ്ങൾ എനിക്ക് ബ്ലറാണ്. പുകയ്ക്കകത്തതെന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, മനസ്സിലാവും. കാരണം എനിക്കൊന്നും അറിയാത്ത ചില കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അറിയാതാണ് ഈ വിടുന്നത്, പറയുന്നത്. പക്ഷെ അത് മുന്നോട്ട് വന്ന് ഞാൻ സംസാരിപ്പിക്കും, പപ്പായെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കും. ശരിക്കും ഇങ്ങനെ ഇപ്പോൾ വർക്കുകൾ അടുപ്പിച്ച് കുറേ വരുന്ന സമയത്താണെങ്കിലും ഇപ്പം അത്രത്തോളം വരുമാനം ഉണ്ട് എന്നുള്ള കരുതലില് എന്നാൽ പിന്നെ അത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതാണോ ശരിക്കും ഓഡിയൻസ് അല്ലെങ്കിൽ പ്രേക്ഷകർ? അങ്ങനെ തോന്നുന്നു. എനിക്ക് വരുമാനം ഇല്ലെന്ന് എനിക്കല്ലേ അറിയാം. അധികം വരുമാനം ഇല്ല, കിട്ടുന്നത് 3-4 രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഷോർട്ട് ഫിലിം. അവർക്കറിയാം, തരുന്നവർക്കറിയാം. ഏറ്റവും കൂടുതൽ 5 രൂപയ്ക്കൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ അത് കിട്ടുന്ന അറിയാലോ. അത് എനിക്ക് മാത്രമേ വരുമാനമുള്ളൂ വീട്ടില്. റേഷൻ അരിയുള്ളത് കൊണ്ട് ഓക്കെ. അതുപോലെ ഞാൻ കിച്ചുവിന് പോക്കറ്റ് മണി ഞാൻ കൊടുക്കാറുണ്ട്. അവൻ എൻ്റെ മോനാണ്, അവന് ആവശ്യങ്ങളുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അവൻ ചോദിച്ചില്ലേ പോലെ ഞാൻ കൊടുക്കാറുണ്ട്. അവൻ ചോദിക്കാറുണ്ട്. കൊച്ചിൻ്റെ കാര്യം നോക്കാറുണ്ട്. വീട്ടില് പപ്പായ്ക്കും അമ്മയ്ക്കും പ്രായമുള്ളവർക്ക് അസുഖമുള്ളവരാ, അവരുടെ കാര്യം നോക്കാറുണ്ട്. പിന്നെ ഇതിനകത്തുനിന്ന് പിന്നെ ഞാനിപ്പോൾ ആലോചിക്കും, കുറേ നാളൊക്കെ കഴിയുമ്പോൾ കുറേ വരുമാനമൊക്കെ ആകട്ടെ, നമുക്കിത് ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞാണ് ഇരുന്നത്.
ശരിക്കും കിച്ചു വരാത്ത ശരിക്കും പഠിപ്പിന്റെ ഭാഗമായിട്ടാണോ വരാത്ത? തീർച്ചയായിട്ടും അവൻ എന്നും വിളിക്കാറുണ്ട്. അവൻ ഞാനും തമ്മിൽ, അല്ലെങ്കിൽ ആ കൊല്ലംകാരൻ ഞാനും തമ്മിൽ ഒരു പ്രശ്നം. ഇന്നും കൊല്ലംകാരെ വിളിച്ചു, അവർ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് രേണു എന്താ വാങ്ങിക്കൊണ്ട് വരണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടത്തിയെ വിളിച്ചു, ഞങ്ങളുടെ അമ്പലത്തിൽ പോവാ, ഞാൻ പറഞ്ഞു അവിടുത്തെ എന്തെങ്കിലും കൊണ്ടുവരുമോ ചേട്ടത്തി എന്ന് പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്, മിണ്ടാറുണ്ട്. പക്ഷേ അത് പ്രവൃത്തിയിൽ, അതായത് മീഡിയക്ക് മുന്നേ കാണിക്കുന്നില്ലെന്നല്ലോ. അവർക്ക് ജോലി തിരക്കായതുകൊണ്ട് അവർ വരുന്നില്ല. ഞാൻ ഇവിടുന്ന് കൊച്ചിനെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം വന്നത് കൊച്ചിനൊക്കെ ഏതാണ്ട് കൊച്ചിനെ മേടിച്ചുകൊണ്ടൊക്കെ വന്നതാണ്. അവനും അറിയുന്നില്ലോ ഇങ്ങനെയൊക്കെ ആകുമെന്ന്. ശരിക്കും ഇങ്ങനെ വരുന്ന വീഡിയോസ് ആണെങ്കിൽ ഇത്രത്തോളം മില്യൺ വ്യൂസ് വരുന്നു, ഇത്രത്തോളം കേക്ക് മുറിച്ചെന്ന് അത് ഞാൻ കണ്ടില്ല. അപ്പൊ ഈ ഒന്നും കാണുന്നില്ല അല്ലേ ശരിക്കും? സത്യമായിട്ടും സത്യം. ലാലേട്ടൻ വരെ ചെയ്യണ എന്തെങ്കിലുമൊക്കെ വീഡിയോസും അല്ലെങ്കിൽ സിനിമകളൊക്കെ കാണാൻ സമയം കിട്ടുന്നതാണ് പറയുന്നത്. അത്രയും സമയം കിട്ടാനിട്ടില്ല, ഞാൻ അങ്ങനെ കാണാറില്ല. പാട്ട് കേൾക്കുന്ന ഒരു ശരിക്കും കാണാത്തതാണോ? ശരിക്കും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതിന് മറുപടി പലപ്പോഴും പറയാൻ പറ്റാത്തത് ശരിക്കും വസ്തുതകൾ അറിയാത്തോണ്ടാ? കാണാറില്ല. ഞാൻ ഓരോരുത്തർ പറഞ്ഞുള്ള അറിവ് ഒന്നും യൂട്യൂബിൽ പാട്ട് കേൾക്കുന്നതല്ലാതെ ഒന്നും കാണാറില്ല. ഇന്റർവ്യൂ പോലും ഞാൻ ഈയിടെ തൊട്ട് ചെറുതായിട്ട് ഇത് ചെയ്ത് കാണുന്നത്. ശരിക്കും ഇങ്ങനെ വന്ന് ഇനി സിനിമ ചെയ്തു തുടങ്ങാണ്, ഈ പേയ്മെന്റിൽ മാറ്റം വരത്തില്ലേ? വലിയ സിനിമയൊക്കെ വിളിച്ചാൽ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഫെയിം ആണോ റെമ്യൂണറേഷൻ ആണോ? എന്താ ഫെയിം ആണോന്ന് ചോദിച്ചാൽ ഞാൻ ഫെയിമിന് അധികം ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറില്ല. തന്നെ വന്ന ഒരു സംഭവമാണത്, എവിടെ ചെന്നാലും തിരിച്ചറിയും. മണിയാണെങ്കിൽ പോലും നമ്മുടെ ഇതിന് ശേഷമാണോ, ഈ ദാസേട്ടനായിട്ടുള്ള റീലിന് ശേഷമാണോ തിരിച്ചറിയേണ്ടത്? വൈഫാന്ന് പറഞ്ഞ് തിരിച്ചറിയാം. അതിന് ശേഷം രേണു സുധിയല്ലേ ഇപ്പം വേറെ ലെവലിലാണ് തിരിച്ചത്. ഞാൻ തന്നെ ഞെട്ടി, ഇതെന്താ സംഭവം പേടിച്ചു പോയി. ഞാൻ തന്നെ പേടിക്കും. എൻ്റെ അടുത്ത് ഓടി വന്ന് ചേച്ചി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് വലിയ നടിമാരെയൊക്കെ കാണുന്ന പോലെ. അങ്ങനെയാണ് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്നെ തന്നെയാണെന്നൊക്കെ ചോദിക്കും. ഇവിടെ പുറകെ വല്ലവരും ഉണ്ടോ? ചേച്ചിയെ തന്നെയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുപ്പും പരിപാടിയൊക്കെ. ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കും, ഇതെന്താ സംഭവം? ശരിക്കും സെലിബ്രിറ്റി ലൈഫ് എങ്ങനെയാ കാണണം, നോക്കി കാണണം? അതാ പറഞ്ഞത്, എന്തുവാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അതിനകത്തൊക്കെ സുധിച്ചേണ്ട വൈഫായോണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും വിശ്വസിക്കുന്നത് രേണു എന്ന കലാകാരിനെ ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കഴിവുകൊണ്ട് വിളിക്കുന്നതാണോ, സുധിച്ചേണ്ട വൈഫായിട്ട് വിളിക്കുന്നതാണോ? എന്താ തോന്നുന്നത് സ്വയം? സുധിച്ചേണ്ട വൈഫായിട്ട് വിളിക്കുന്നതല്ല, സുധിച്ചേണ്ട വൈഫായിട്ട് നല്ലൊരു ബഹുമാനമുണ്ട് ഈ ഒരു ഫീൽഡിൽ. എനിക്ക് ആര് വിളിച്ചാലും നല്ല ബഹുമാനമാണ്. കാര്യങ്ങൾ രേണു സുധി അല്ലെ രേണു ചേച്ചി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കഴിവെന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനൊരു കഴിവ് വേണം, അതിനൊരു കഴിവ് വേണ്ടേ? ചുമ്മാ ഒരാളെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി എന്നാ ചെയ്യും അവര്? അപ്പൊ അതിനും ഒരു കഴിവുണ്ട്, അതുകൊണ്ടാണ് വിളിക്കാറുള്ളത്. ഈ സുധിച്ചേട്ടനുള്ളപ്പോഴ സമയത്ത് ഈ ഒരു ആഗ്രഹം പറയാറുണ്ട്, എനിക്ക് സിനിമ ചെയ്യണം. എനിക്ക് ആഗ്രഹമില്ല, ഇല്ലായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹത്തിൽ വന്ന ഒരാളല്ല ഞാൻ. കഴിവുണ്ട് എന്നുള്ള തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു. കുഞ്ഞിലെ ഡാൻസറാണ്, ഡാൻസ് കളിക്കാറുണ്ട്. സുധിച്ചേട്ടനെ തന്നെ ഡാൻസ് കളിപ്പിച്ച് കാണിക്കാറുണ്ടായിരുന്നു. പാട്ട് പാടുമായിരുന്നു. പിന്നെ സുധിച്ചേട്ടൻ്റെ കൊസു TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു ഏട്ടന്. അതിനകത്ത് 4 എപ്പിസോഡിലും സുധിച്ചേട്ടനോട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. നാടകമൊക്കെ കുഞ്ഞിലെ കളിക്കുമായിരുന്നു. ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. സിനിമാറ്റിക് ഡാൻസറാണ്. ഏത് പാട്ടിട്ടുള്ള അപ്പം ഡാൻസ്, അങ്ങനെ നിമിഷ കവിയാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കഴിവുകൾ ഉണ്ടായിട്ട് പോലും ഞാൻ സുധിച്ചേട്ടൻ വന്നപ്പോൾ വേണ്ട, സുധിച്ചേട്ടൻ്റെ ബാക്കിൽ നിൽക്കാം സപ്പോർട്ടായിട്ട്, അങ്ങനെ ഒരാളായിട്ട് നിൽക്കുവായിരുന്നു. ഇപ്പോൾ മുഖ്യധാരയിൽ വന്നു, അത്ര അറിയപ്പെടുന്ന ഒരു കലാകാരിയായി. പക്ഷെ ഇപ്പോഴും പറഞ്ഞത് നീ ആ രേണു സുധി എന്നുള്ള പേര് വെക്കരുത്, നിനക്ക് നീ രേഷ്മ അങ്ങനെ പറയുന്നത് എന്താ പരാമർശത്തോടെ? എന്താ രേണു സുധി? രേണു എന്ന് പറയുന്ന പേര് കുഞ്ഞിലെ എൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ മകനിട്ട പേരാണ് രേണു. ഇത് 1ാം ക്ലാസ്സിൽ ചേർത്തപ്പോൾ അങ്ങനെ തന്നെയാണ് ആദ്യം. അത് കഴിഞ്ഞ് അമ്മയുടെ കൂട്ടുകാരത്തെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ക്ഷേമ ടീച്ചർ പറഞ്ഞ രേണു എന്നുള്ള പേര് മറ്റേ നമുക്ക് രേഷ്മ എന്നിടാം. ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. അപ്പോഴും എനിക്ക് രേണു എന്നാണ് ഇഷ്ടം പേര്. സുധിച്ചേട്ടന് രേണു എന്നാണ്. സുധിച്ചേട്ടൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മരിക്കുന്നതിന് കുറെ നാൾ മുന്നേ കണ്ട് നിനക്ക് രേഷ്മ എന്നാണ് ഇതിന്റെ പേര്, ഒപ്പിടുമ്പോഴാന്ന് തോന്നുന്നു അറിയുന്നത് രേഷ്മ. എനിക്കിഷ്ടമില്ല രേഷ്മ എന്നുള്ള പേര്, രേണു തന്നെയാണ്. അതാണ് ഞാൻ രേണു സുധി. അത് ഇവന്മാരെന്തിനാ അത് പറയുന്നത് രേഷ്മ രേണു സുധി മാറ്റാൻ? അതിൻ്റെ ആവശ്യമുണ്ടോ? സുധിയുടെ വൈഫാണല്ലോ ഞാനിപ്പോഴും, സുധിച്ചേണ്ട വൈഫാണല്ലോ ഞാനിപ്പോഴും, ഞാനത് മാറ്റത്തില്ല. അത് എടുത്തു വന്ന പരാമർശങ്ങൾ എടുത്തു പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിച്ചുവിൻ്റെ വ്ളോഗിൽ തന്നെ കണ്ട്, അതായത് വീട് പണിയുന്ന സമയത്ത് രേണു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എപ്പോഴും സുധിച്ചേട്ടൻ തന്നെയാണ് മുമ്പിൽ, സുധിച്ചേട്ടൻ്റെ ആലയാണ്, സുധിച്ചേട്ടൻ്റെ എപ്പോഴും സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പെട്ടെന്ന് വ്ളോഗിലോട്ട് വരുന്ന സമയത്ത് സുധിച്ചേട്ടന് കിട്ടിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കംപ്ലീറ്റ് കട്ടിലടിയിലായിരുന്നു. എന്റെ ബെഡ്റൂമിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണത്. അതെങ്ങനെ കട്ടിൻ്റെ ഉള്ളിൽ തള്ളുന്ന എങ്ങനെ? ഞാൻ എടുത്ത് അത് ഞാൻ പറയട്ടെ, തെളിവ് സഹിതം ഞാൻ കാണിക്കും നിങ്ങളെ, പ്രേക്ഷകരെ ഞാൻ കാണിക്കും അതെങ്ങനെയാ വെച്ചത്. അതിനകത്ത് എന്നെ അതങ്ങനെ കണ്ടില്ലോ നിങ്ങളാരും, തുറന്നൊന്നും കണ്ടില്ലോ അതിനകത്ത് എന്നെ കാണിച്ചെന്ന്. അല്ല എന്ന് വെച്ചാൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മൊമെന്റുകളും മാത്രകളും കിട്ടുന്ന സമയത്ത് ഷോക്കേസ് ചെയ്യാറുണ്ട്. രേണുവിന്റെ അത്രത്തോളം ഷോക്കേസ് ചെയ്ത ഹോളിലുണ്ട്. എവിടെ ഹോള്? അതിൽ തന്നെ ഹോളിൽ ടിവിയുടെ സ്റ്റാൻഡിലാണെങ്കിൽ പറയാം. അതിന്റെ സത്യം അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വിധവ എന്തോ ആകട്ടെ, കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യജീവി, ഇതെല്ലാവരും ബോധിപ്പിക്കണോ?
എല്ലാവരും ബോധിപ്പിച്ചോണ്ട് വേണോ ഞാൻ ജീവിക്കാൻ? നിങ്ങളുടെ അച്ഛനെ അമ്മയെ ബോധിപ്പിക്കുമായിരിക്കും എന്തെങ്കിലും കാര്യം അല്ലേ, അല്ലെങ്കിൽ ലവർ ഉണ്ടെങ്കിൽ ലവറെ ബോധിപ്പിക്കുമായിരിക്കും. അതല്ലാതെ നാട്ടുകാരെ മുഴുവൻ ബോധിപ്പിക്കണമെന്ന് നടക്കുന്ന കാര്യമാണോ? അതുപോലെ ഞാനും ഒരു മനുഷ്യനല്ലേ, ഇത് പരിധിയില്ലേ ബോധിപ്പിക്കാൻ? ഇതെല്ലാം ബോധിപ്പിക്കണമെന്നുണ്ടോ? ഒരു പക്ഷേ ഇതെല്ലാം ബോധിപ്പിക്കണമെന്നുണ്ടോ നാട്ടുകാരെ? ഞാൻ ബ്രോഡല്ല, ചോദിക്കട്ടെ, എന്ത് ചെയ്താലും കുറ്റം, എന്ത് പറഞ്ഞാലും കുറ്റം, എല്ലാം ബോധിപ്പിക്കണോ? ഒരു പക്ഷെ തുടക്കത്തിൽ അങ്ങനെ സുചേട്ടൻ്റെ പേര് അത്രത്തോളം പറഞ്ഞതുകൊണ്ടാണോ ശരിക്കും എനിക്ക് എപ്പോഴും ഉണ്ട് ആള്. ഇന്നും ഞാൻ പറയും സുധിച്ചേട്ടൻ എന്ന്. അതെന്റെ പേഴ്സണൽ കാര്യമല്ലേ, എന്റെ പ്രൈവസിയിൽപ്പെട്ട കാര്യമല്ലേ. ഒന്നും അല്ലെങ്കിലും ഞങ്ങൾ ഒരു മനസ്സും ഒരു ശരീരവും അല്ലായിരുന്നോ? അല്ല ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻസ് അതിന് മെമോറീസിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അലമാരയിലോ അല്ലെന്നുണ്ടെങ്കിൽ അലമാര ഉണ്ടോ അവിടെ? ഒരു ചെറിയ അലമാര ഉണ്ട്, അതിനകത്ത് സൂചിച്ചേണ്ട 2-3 ഡ്രസ്സും എന്റെ ഡ്രസ്സും എല്ലാം കൂടെ അവിടെ വെച്ചേക്കുവാ. തുറന്നു കഴിഞ്ഞാൽ താഴെ പോകും, മോളി വെച്ചാൽ വല്ല ഒരു തലേ വീഴും, പൊട്ടിപ്പോവും എല്ലാം കൂടെ. അതിന് ഞാൻ എന്റെ കട്ടിലിന്റെ അടി അത് ഒരു നല്ല ഒരു കവറിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അതിനകത്ത് വെച്ചിട്ടുണ്ട്. ചാക്കെന്ന് പറഞ്ഞ കവറാണത്, ഒരു നല്ലൊരു വൃത്തിയുള്ള ഞാൻ എടുത്ത് കാണിക്കും എല്ലാരെയും. ഞാൻ എന്തിനാണ് കുറ്റം കേൾക്കുന്നത്? അതിൽ തന്നെ ശരിക്കും പറഞ്ഞു തരേണ്ടത് അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് വെക്കാനോ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്റെ സാധനം ബാഗിൽ നിന്നെടുത്ത് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ബാഗിലാണ് ഓരോന്ന് കിട്ടുന്നത്, അതെടുത്ത് ഞാൻ അങ്ങോട്ട് വല്ലാതെ അത് അവിടെ വെച്ചിട്ട് മറ്റേ എടുത്ത് തള്ളിയതല്ല. അല്ലെങ്കിൽ ഇതിന് മുന്നേ കാണിക്കണം, മറ്റേ സൂചിച്ചാണ്ട സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്നു, എന്റെ സാധനങ്ങൾ ഞാൻ എടുത്ത് ചാക്കിലിട്ട് മാറ്റുന്നു. അങ്ങനെയാണ് ഞാൻ സമ്മതിച്ചു. ഈ പറയുന്ന സത്യമാണെന്ന് സമ്മതിക്കാൻ ഞാൻ. ഇത് വീട് മാറിയപ്പോ എല്ലാം കൂടെ കുഞ്ഞിനെ പേടിച്ച് എല്ലാം മാറ്റി വെച്ചതാണ്, ബോധപൂർവം ചെയ്തതല്ല, സൂക്ഷിച്ചു വെച്ചതാണ് ഞാനത്. ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു വെക്കണം, ഒരു കബോർഡ് വേണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു കൂട്ടർ എന്നെ വിളിച്ചായിരുന്നു, രേണു എന്നാണ് ഫ്രീ ആവുന്നത്. ഞങ്ങൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങളത് നല്ലൊരു കബോർഡ് മേടിച്ചാൽ സൂചിച്ചാണ്ട ട്രോഫി എല്ലാം അടുക്കി വെക്കുക എന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ടെന്ന്. ഉടനെ തന്നെ രേണു എന്നാ ഫ്രീ ആവുന്നത്, ഈ മാസം തന്നെ അവരുടെ നല്ല മനസ്സുകൊണ്ട് എന്നെ വിളിച്ചതാണ്. ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുമ്പോഴത്തേനും അവർ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ട, വീടെല്ലാം ശരിയാക്കി ഈ കബോർഡൊക്കെ വെച്ച് തരാം, എത്ര പൈസയാണെന്ന് നമുക്കറിയില്ല, അവർ വന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും വന്ന് സാധ്യമാകട്ടെ. പക്ഷെ അതിൽ തന്നെ പരാമർശിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചുമര് കുറച്ചുകൂടി ആധുനിക സൗകര്യത്തോട് കൂടിയിട്ട് അവർ അല്ലേ കുറച്ചുകൂടി ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ജിപ്സം വർക്ക് കാര്യങ്ങളും ചെയ്തിട്ട് വോൾ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വരെ എനിക്കൊരു ആണി അടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി വരെ പറഞ്ഞു. ആണി അടിക്കാൻ പറ്റത്തില്ല, ഇത് മറ്റേ ഇതില്ല ജിപ്സമാണ് അടിക്കാൻ പറ്റും. സൂചിച്ചാണ്ട ഫോട്ടോ അതാണ് അവിടെ വെച്ചേക്കുന്നത്. അവിടെ നമുക്ക് എപ്പോഴും ഭിത്തിയിലാണ് വെക്കേണ്ടത്, അത് വെക്കാൻ പറ്റൂല. അടിച്ച സ്ക്രൂ ഇത് എന്തോ ചെയ്യാനേ പറ്റത്. എനിക്ക് അതിനെപ്പറ്റി ഇങ്ങനെ സ്ക്രൂ എന്തോ ചെയ്യാനേ അറിയുള്ളൂ, പറ്റത്തുള്ളൂ. ആണി അടിക്കാൻ പറ്റൂല. പക്ഷെ അതുവരെ അത് പരാതിയല്ല പറയുന്നത്, അത് ഇങ്ങനെ സ്വാഭാവികമായിട്ട് പുറത്ത് പോകുമ്പോ ഇങ്ങനെ ആകുന്നതാണ്. ഈ നമ്മൾ ചെയ്തു വീഡിയോകളിൽ എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും കണ്ടു കഴിഞ്ഞിട്ട് പല രീതിയിലേക്ക് അഭിപ്രായങ്ങൾ വരാറുണ്ട് അല്ലെ, ഇത് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്ത് എക്സ്പ്രഷൻ ഇടുന്ന, എന്തിനാ ഇവരോടൊപ്പം ചെയ്യണേ, ശരിക്കും എന്താ ശരിക്കും അങ്ങനെ പറയുന്ന ഒരു പരാമർശം? അവരോടൊപ്പം ചെയ്യണേ എന്നുള്ള രീതിയിലേക്ക് രേണുസുധീനായിട്ട് ചോദിക്കണം, ഇത്തരം വേഷങ്ങൾ ചെയ്യണു എന്നുള്ള രീതിയിലേക്കൊക്കെ പലപ്പോഴും കമന്റ് സെക്ഷൻ അങ്ങനെ കാണാറുണ്ടോ? ശരിക്കും വല്ലപ്പോഴും കാണാറുണ്ട്. എന്താ ശരിക്കും അത്തരം പരാമർശങ്ങളോടൊക്കെ? ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത് സൂചിച്ചാണ്ട ഡയലോഗാണ്, അറിയാതെ കയറി വന്ന്. എക്സ്പ്രഷനെ പറ്റിയോ എന്താ അവരോട് എന്താ പറയണ്ടേ? അവര് കാണുന്ന കാണട്ടെ, അവര് ചെയ്യട്ടെ. നെഗറ്റീവ് അടിക്കുവോ പോസിറ്റീവ്, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇല്ല, ഈ പെട്ടെന്ന് ഇങ്ങനെ തരം വിമർശനം വരുമ്പോൾ എപ്പോഴും തോന്നുന്നുണ്ടോ ഞാൻ ഈ രീതിയിലുള്ള വേഷങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഷോർട്ട് മൂവികൾ ചെയ്യേണ്ട അങ്ങനെയുള്ള എനിക്കൊന്നും തോന്നാറില്ല. ചിലപ്പോൾ ഇതൊക്കെ തോന്നാനൊരു ബോധം വേണമായിരിക്കും, അതിൻ്റെ അകത്തോണ്ടാണോന്ന് അറിയത്തില്ല. എനിക്കങ്ങനൊന്നും തോന്നാറില്ല, ഇങ്ങനെ പോവുക അത്രേ ഉള്ളൂ. ശരിക്കും ഈ ഷോർട്ട് മൂവിയുടെ ഒപ്പം തന്നെ കുറച്ച് ബോൾഡ് ഫോട്ടോഷൂട്ട് കൊടുന്നുള്ള രീതിയിലേക്ക് ഇടയ്ക്ക് വരണം. ഭയങ്കരമായിട്ട് ബോൾഡ് ഫോട്ടോഷൂട്ട് കൂടെ ബോൾഡ് അല്ല, ശരിക്കും അങ്ങനെ ശരിക്കും ഒരു മോഡലിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? എല്ലാം ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, വിളിച്ചപ്പം ചെയ്തു അത്രേ ഉള്ളൂ. ഇപ്പം മോഡലിംഗും ഉണ്ട് അത്യാവശ്യം. അത്യാവശ്യം മോഡലിംഗ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ ഭാഗമാണല്ലോ. ഓക്കെ, അത് കുറച്ച് വിവാദമായോ? കുറച്ചല്ല, നല്ല രീതിയിൽ വിവാദമായി. എന്താ കേൾക്കേണ്ട വന്ന ഏറ്റവും മോശം എന്തായിരുന്നു കമന്റ്? വയറ് കാണിച്ചു. എന്റെ വയറ് എനിക്ക് ഇഷ്ടമാണ് കാണിക്കാൻ, ഞാൻ കാണിക്കും. അതിനെന്താണ് പ്രശ്നം? ജോലിയുടെ ഭാഗമായിട്ടാണ്. ജോലിയുടെ വീട്ടിൽ നിന്ന് വിമർശനം എന്തെങ്കിലും വന്നിരുന്നോ? ഇല്ല. എന്റെ ഹൃദപ്പം ചോദിച്ചു എന്നോട്, അമ്മ ബ്ലൗസ് ഇടാതിരുന്നു. അമ്മ എന്റെ അമ്മ ബ്ലൗസ് ഇടാതിരുന്നു. ഞാൻ എന്നാണ് പറയുന്നത്? അമ്മ ഒരു സാരി കൊടുത്തപ്പോ അമ്മ ബ്ലൗസ്. ഞാൻ അങ്ങനല്ല മോനെ, അത് ബ്ലൗസ് ഉണ്ട്, നീ ഇപ്പൊ അത് ചോദിക്കട്ടെ കേട്ടോ മോനെ എന്ന് പറഞ്ഞ് തമാശ രീതിയിലങ്ങ് വിട്ടു. അവൻ അങ്ങനെ ചോദിച്ചില്ല, ആരും പറഞ്ഞിട്ടാണോ എന്നു, അത് എനിക്കത് കണ്ടിട്ടാണോന്ന് പറയത്തില്ല. അമ്മ എന്നെ ബ്ലൗസ് ഇടാതിരുന്നെന്ന് ചോദിച്ചു. സാരി എടുത്ത
ശരിക്കും ഈ ചോദ്യം മോൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തമാശയായിട്ട് വന്നതെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് റീതിങ്ക് ചെയ്തോ, ഞാനിങ്ങനെ ഷൂട്ടിന് ചെയ്യില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാനെല്ലാം മറക്കേണ്ട ഭാഗം മറച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. എത്രയോ പേര് കാണിച്ചിട്ട് ചെയ്യണം. അവരെ കുറ്റപ്പെടുത്തിയല്ലോ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. കിച്ചു സംസാരിക്കാറുണ്ടോ ഈ വർക്കുമായി ബന്ധപ്പെട്ട്? ഇല്ല. അല്ല, ഇതിനെ പറ്റിയെന്നുള്ളതല്ല, പൊതുവെ വർക്കുകളെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ടോ? ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം അവന് കഥ മനസ്സിലായില്ലെന്ന് പറഞ്ഞ് എന്നെ സംസാരിച്ചു. അമ്മ ആ കഥ ഒന്ന് പറഞ്ഞുതരാം. ഒരു പ്ലേ അല്ലല്ലോ, റിപ്ലൈയോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റിപ്ലൈയോ അങ്ങനെ എന്തോ ഒരു മൂവി ഞാൻ ചെയ്തായിരുന്നു. അപ്പം അതിനെപ്പറ്റി എന്നോട് സംസാരിച്ചു ഒറ്റത്തവണ. അമ്മ ആ കഥയൊന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു. അമ്മയാണോ? അമ്മ എന്തിനാ അയാളെ കൊല്ലുന്നത്? അത് കാമുകനല്ലായിരുന്നു. അപ്പോൾ ആ കാമുകൻ അങ്ങനെ എന്തോ സംസാരിച്ചു. ഞാൻ ആ കഥ പറഞ്ഞു കൊടുത്തു. അതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല ഞാൻ. ഇല്ല, ശരിക്കും ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോൾ കിച്ചു അവിടെ വരുന്നില്ല, വീട്ടിലേക്ക് എത്തുന്നില്ല, ശരി, ആ പരാമർശങ്ങൾ വരുന്ന സമയത്ത് ശരിക്കും കിച്ചു ഇതിനെ കുറിച്ചൊരു തുറന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നിയിട്ടില്ല? ഇപ്പോൾ അതൊക്കെ അവന്റെ ഇഷ്ടമല്ലേ, അവനെ നമ്മൾ നിർബന്ധിക്കും. ഞാൻ തുറന്നു ഒന്നും പറഞ്ഞാൽ നല്ലതായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അവന്റെ ഇഷ്ടം. എന്തുകൊണ്ടായിരിക്കും പറയാതിരിക്കുന്നുണ്ടാവുക? ശരിക്കും അവന്റെ ജീവനാണ്. അവന് ഋതപ്പിനെക്കാളും എനിക്ക് എന്നറിയില്ല, അത് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല ആരോടും. അത് ചിലപ്പം ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയായിരുന്നു സൂചാൻ്റെ അടുത്ത്, ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ച് അവനാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ആണെങ്കിൽ അവന്റെ മുഖത്തോട് നോക്കി സൂചാനെ പോലെ തന്നെ തോന്നും. ഞാൻ അങ്ങനെ അവന്റെ ഫോട്ടോ ഒന്നും അങ്ങനെ നോക്കാറില്ല. സൂചേട്ട തന്നെയാണ്. എന്തോ ഞാൻ അവനോട് പറഞ്ഞടാ, നിന്നെ കണ്ട അച്ഛനെ പോലെ തന്നെയാണല്ലോടാ. ആണോ അമ്മ? ആടാ. എന്തോ ഭയങ്കര അങ്ങനെ എനിക്ക് അവൻ്റെ ജീവനാണ്. അതുകൊണ്ട് എനിക്കറിയില്ല എന്താണ് അതിരിപ്പം മറ്റുള്ളവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നതോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സൂചേട്ടൻ തന്നിട്ട് പോയ അവന് അന്നത്തെ ആ ഒരു ഷേപ്പ് ഇന്നിപ്പോൾ ഇത്രയായി. അന്ന് എൻ്റെ ഇത്രയേ ഉള്ളായിരുന്നു, ഞാനാകെ ഇച്ചിരിയേ ഉള്ളൂ, ഇത്രയേ ഉള്ളായിരുന്നു. ആൾക്ക് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആളിച്ചിരി നല്ല പൊക്കമൊക്കെ വെച്ച് എന്തോ എനിക്ക് മുഖത്തോടൊക്കെ സൂചേട്ടനാണ്. അവൻ ഋതപ്പനെ എടുത്തുകൊണ്ടിരിക്കുന്നൊക്കെ എനിക്ക് എനിക്ക് വേണേൽ പറയാം, എടാ നീ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മേലായിരുന്നു എന്നൊക്കെ പറയാമായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി വ്ളോഗിനെ പറ്റിയും സംസാരിച്ചിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല.